ആ കണ്ണുനീർ ഋഷിയുടെ കവിളിൽ ഇറ്റി വീണതും ഋഷിയുടെ ചിരി ആകെ നിന്നു. കരയല്ലേ ശ്രീ, പ്ലീസ്. നീ കരയാതിരിക്കാനല്ലേ ഞാനിങ്ങനെ ഓടി നടക്കുന്നേ. കരയല്ലേ മോളെ. ആശങ്കയോടെ ഋഷി ശ്രീലക്ഷ്മിയോടെന്ന പോലെ പറഞ്ഞു. അത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തൂവൽ സ്പർശം പോലെ ഒരു കൈ അവന്റെ തലയിൽ തലോടി. ആ തലോടലിൽ ഒത്തിരിയധികം കരുതലും സ്നേഹവും വാത്സല്യവും ഉണ്ടായിരുന്നു. ഈ കുറച്ച് മാസങ്ങളായി ഋഷി നിർത്താതെ ഓടുകയായിരുന്നു. തന്റെ സാമ്രാജ്യം കെട്ടിപ്പടുക്കാനുള്ള വെപ്രാളത്തിൽ ഒരു നിമിഷം പോലും വിശ്രമിക്കാതെ അവൻ അധ്വാനിച്ചു കൊണ്ടേയിരുന്നു. അതെല്ലാം കാരണം അവന്റെ ശരീരവും മനസ്സും ഒരുപോലെ തളർന്നു പോയിരുന്നു. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ശൂന്യമായിരുന്നു അവന്റെ ജീവിതം. അതിപ്പോൾ സൗഹൃദങ്ങളുടെയും വെല്ലുവിളികളുടെയും പോരാട്ടങ്ങളുടെയും ഒക്കെ ഒരു കടലായി മാറിയിരുന്നു. ഇപ്പോഴാകെ ഋഷിയുടെ മനസ്സിൽ ശ്രീലക്ഷ്മി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ശ്രീലക്ഷ്മിയുടെ സാമീപ്യം അറിഞ്ഞതുപോലെ അവൻ തന്നാൽ കഴിയും വിധം ഉണർന്നിരിക്കാൻ ശ്രമിച്ചു. ഈ കുറച്ചു ദിവസമായി അവൾ കൂടെ ഇല്ലാത്തതിന്റെ ശൂന്യത ഋഷിയെ വല്ലാതെ ബാധിച്ചിരുന്നു. ഇപ്പോൾ വീണ്ടും അവളുടെ സാമീപ്യം അറിഞ്ഞതും അവൻ ചുറ്റുമുള്ളതെല്ലാം മറന്ന് ശാന്തമായി ഉറങ്ങാൻ തുടങ്ങി. കുറെ കഴിഞ്ഞ് ഋഷി ഉണർന്നപ്പോൾ അവിടെ എങ്ങും ശ്രീലുവിനെ അവൻ കണ്ടില്ല. പക്ഷേ അവൾ അവശേഷിപ്പിച്ച ഗന്ധം മാത്രം അവനെ വലയം ചെയ്ത് നിന്നിരുന്നു. താൻ കണ്ടത് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്നറിയാതെ അവൻ കുഴങ്ങി. ശ്രീലു, നീ എവിടെ പോയി? ഇനി ഞാൻ കണ്ടത് സ്വപ്നമായിരുന്നോ? ആകെ ഭ്രാന്ത് പിടിച്ചതുപോലെ ഋഷി തന്റെ തലയിൽ കൈവച്ചു. തന്റെ കയ്യിൽ പോലും അവളുടെ ഗന്ധം ഇപ്പോഴും അവശേഷിക്കുന്നത് പോലെ അവന് തോന്നി. അവൾക്ക് എന്നോട് ഇനി ദേഷ്യമാണോ? വന്നിട്ട് ഞാൻ ഉണരും മുൻപ് എന്തിനാ അവൾ പോയത്? ഋഷി സ്വയം ചോദിച്ചുകൊണ്ടിരുന്നു. പക്ഷെ അതിനൊരു ഉത്തരം കണ്ടെത്താൻ അവന് കഴിഞ്ഞില്ല. ശ്രീലക്ഷ്മിയെ വിളിക്കാൻ അവൻ വേഗം ഫോണെടുത്തു. അവസാനം വരെ അത് റിങ് ചെയ്തുവെങ്കിലും ശ്രീലക്ഷ്മി കോൾ എടുത്തില്ല. അവൾ ശരിക്കും തന്നോട് പിണങ്ങിയെന്ന് അതിലൂടെ അവന് മനസ്സിലായി. എപ്പോഴത്തെയും പോലെ ആയിരുന്നില്ല ഇത്തവണ. ഋഷിക്ക് ഇത്തവണ ശ്രീലക്ഷ്മിയെ എന്തു പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്ന് അറിയില്ലായിരുന്നു. അതേസമയം ത്രൈമീഡിയയുടെ കാര്യം ഋഷിയുടെ മനസ്സിൽ വന്നതും ചെയ്തു തീർക്കാൻ ഇനിയും കുറച്ച് ജോലികൾ ബാക്കിയുണ്ട് എന്നത് ഋഷി ഓർത്തു. അത് ഓർക്കെ ഒട്ടും തന്നെ സമയം കളയാതെ ഋഷി തന്റെ ഫോൺ എടുത്ത് നിഹാരികയെ വിളിച്ചു. നിഹാരിക, ഞാൻ ലൊക്കേഷൻ അയച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ലൊക്കേഷനിൽ പറയുന്ന ഹോസ്പിറ്റലിലേക്ക് താൻ എത്തണം. മറുപടിക്ക് കാത്തു നിൽക്കാതെ ഋഷി അത്രയും പറഞ്ഞ് കോള് കട്ട് ചെയ്തു. അടുത്ത 3/4 മണിക്കൂറിനുള്ളിൽ തന്നെ നിഹാരിക അവിടെ എത്തിയിരുന്നു. അയ്യോ സർ, എന്താ പറ്റിയത്? ഋഷിയുടെ കിടപ്പ് കണ്ട് ഞെട്ടി നിഹാരിക ചോദിച്ചു. ആ, അതൊരു ചെറിയ ആക്സിഡന്റ് പറ്റിയതാ. പേടിക്കാനൊന്നുമില്ല, ഐ ആം ഓൾ റൈറ്റ്. നിഹാരികയെ സമാധാനിപ്പിക്കാൻ ഋഷി അങ്ങനെ പറഞ്ഞുവെങ്കിലും അവൻ ഒട്ടും ഓക്കെ അല്ലെന്നത് അവന്റെ മുഖത്ത് പ്രകടമായിരുന്നു. നിഹാരിക, കുറച്ച് ദിവസം മുമ്പ് ഞാൻ നിന്നോട് ചില കാര്യങ്ങൾ അന്വേഷിക്കാൻ പറഞ്ഞിരുന്നില്ലേ? അതെന്തായി? ഋഷി പെട്ടെന്ന് ചോദിച്ചു. യെസ് സർ, വർമാസ് കമ്പനിയുടെ കാര്യം ഞാൻ അന്വേഷിച്ചിരുന്നു, അവൾ പറഞ്ഞു. ഋഷി ഒന്നും മിണ്ടാതെ തലയാട്ടി. ഞാൻ അന്വേഷിച്ചപ്പോൾ മാക്സിമം ഷെയറുകൾ മഹാദേവി മാഡത്തിന്റെ നിയന്ത്രണത്തിലാണെന്നാണ് അറിഞ്ഞത്. ശ്രീലക്ഷ്മി മാഡത്തിന്റെ ഷെയറുകൾ തട്ടിയെടുത്ത് വിൽക്കാൻ പദ്ധതിയിട്ടെന്നത് സത്യമാണ്. പക്ഷെ വേറെ എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും കൃത്യമായി അറിയില്ല. ശ്രീലക്ഷ്മി മാഡം ഇപ്പോൾ വർമാസിലേക്ക് പോകുന്നില്ലെന്നാണ് അറിഞ്ഞത്. ഷെയർ മാർക്കറ്റിലെ പ്രശ്നം കാരണം കമ്പനി മൊത്തം നഷ്ടത്തിലാണെന്ന് തോന്നുന്നു. ഇതിനപ്പുറം ഒന്നും ഞാൻ ശ്രമിച്ചിട്ട് അറിയാൻ കഴിഞ്ഞിട്ടില്ല സർ. നിഹാരിക പറഞ്ഞു നിർത്തിയതും അവിടെ എന്തോ കുഴപ്പമുണ്ടെന്ന് ഋഷിക്ക് മനസ്സിലായി. നിഹാരിക പറഞ്ഞത് പ്രകാരം അവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് ശരിക്കും പറയാൻ കഴിയുന്നത് ശ്രീലക്ഷ്മിക്ക് മാത്രമായിരിക്കും. അവൾ ഇനി എന്നോട് എന്തെങ്കിലും പറഞ്ഞാൽ മാത്രമേ എനിക്ക് അവരെ എന്തെങ്കിലും തരത്തിൽ സഹായിക്കാൻ സാധിക്കൂ. മഹാദേവിയോടും സിദ്ധാർത്ഥിനോടും നല്ല രീതിക്ക് ദേഷ്യമുണ്ടെങ്കിലും ഋഷി ശ്രീലക്ഷ്മിയെ ഓർത്ത് ഓരോന്ന് ചിന്തിച്ചു. ആ, താങ്ക്സ് നിഹാരിക, ബാക്കി ഞാൻ നോക്കിക്കോളാം. പിന്നെ നമ്മുടെ ത്രൈമീഡിയയുടെ അവസ്ഥ എന്താണ്? ആഡ് കമ്പനിയെക്കുറിച്ച് അന്വേഷിച്ചിരുന്നോ? അവരുടെ ശരിക്കുള്ള ഇടപാട് എന്താണെന്ന് അറിഞ്ഞോ? അതിലെന്തെങ്കിലും മാറ്റമുണ്ടോ? അവൻ ചോദിച്ചു. ത്രൈമീഡിയ പഴയതുപോലെ തന്നെ. ആൻഡ് എബൌട്ട് ദ ആഡ് കമ്പനി, സോറി സർ, ഇപ്പോഴും അതൊരു മിസ്റ്ററിയാണ്, അവൾ നിശ്വസിച്ചു കൊണ്ട് പറഞ്ഞു. ഓക്കെ ഫൈൻ. അക്കാര്യത്തിൽ ലക്ഷ്മണനോട് കുറച്ചുകൂടി അന്വേഷിക്കണം. കൂടാതെ എന്റെ അച്ഛനെയും അമ്മയെയും ഒന്ന് ശ്രദ്ധിക്കണം. ഞാൻ എവിടെയാണ് എന്ത് ചെയ്യുകയാണെന്നൊന്നും അവരറിയരുത്. ഋഷി പറഞ്ഞതിനൊക്കെ നിഹാരിക സമ്മതം അറിയിച്ചുകൊണ്ട് അവിടെ നിന്നും തിരിച്ചു പുറപ്പെട്ടു. നിഹാരിക പോയ ശേഷം ഋഷി തന്റെ ബെഡിൽ ഇരുന്നു കൊണ്ട് ജീവിതത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണെന്നതിനെപ്പറ്റി ആലോചിച്ചു. ഇനി ഞാൻ എവിടെ നിന്ന് തുടങ്ങണം? ഋഷി തന്നോട് തന്നെ ചോദിച്ചു. പതിയെ അവന്റെ ഉള്ളിൽ പുതിയ പ്ലാനുകൾ വന്നു തുടങ്ങി. ആദ്യം ത്രൈമീഡിയയുടെ പ്രശ്നം എന്താണെന്ന് കണ്ടെത്തണം. അതാണ് എന്റെ സാമ്രാജ്യത്തിന്റെ വേരുകൾ. അതിന് യാതൊരു കേടുപാടും സംഭവിക്കില്ലെന്ന് ഉറപ്പാക്കേണ്ടത് എന്റെ ആവശ്യമാണ്. സെയിം ടൈം ഹോട്ടലും വികസിപ്പിക്കേണ്ടതുണ്ട്. ഇപ്പോഴാണെങ്കിൽ ലക്ഷ്മണും മീനാക്ഷിയും ഹോട്ടലിന്റെ കാര്യം നല്ലവണ്ണം ശ്രദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് അതോർത്ത് ഞാൻ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. പക്ഷേ അതൊന്നും പോരാഞ്ഞ് ഇപ്പോഴേ ആ മെഡിസിന്റെ കാര്യമുണ്ട്. എന്തോ ഒരു കണക്ഷൻ പോലെ.
മോർ ഓവർ, ലേലത്തിൽ ആ പച്ചമരുന്നുകാരുടെ വാല്യൂ കണ്ടപ്പോൾ ഐ ഡോണ്ട് ഹാവ് ടു ഡ്രോപ്പ് ദിസ് ഐഡിയ. ഞാൻ അത് വിട്ടുകളയണോ, അതോ അതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കണോ? അതിന് പിന്നാലെ പോയാൽ എന്ത് സംഭവിച്ചാലും വെറുതെ ആവില്ല. പ്രതീക്ഷിക്കുന്നതിലും വലിയ തുക തന്നെ കൈവശം കിട്ടും. അതിനിടയ്ക്ക് വർമാസ് കമ്പനിയിൽ ആ പ്രശ്നം എന്താണെന്ന് കണ്ടുപിടിക്കണം. മഹാദേവി മുത്തശ്ശിയും സിദ്ധാർത്ഥം ചേർന്ന് ശ്രീലുവിനെ പറ്റിച്ചു കാണും. ഞാനിപ്പോൾ നിലവിൽ ശ്രീലുവിന്റെ പക്ഷത്തില്ലെന്ന് അറിഞ്ഞാവും അവരിങ്ങനെ ഓരോന്ന് ചെയ്തു കൂട്ടുന്നത്. അവൻ ഗൗരവമായി ചിന്തിച്ചു. എല്ലാം വ്യക്തമായി ഓർത്തെടുത്ത ശേഷം ഋഷി എന്തൊക്കെയോ പ്ലാൻ ചെയ്യാൻ ആരംഭിച്ചു. അന്നേരമാണ് ഋഷിക്ക് ഇന്ദ്രപ്രസ്ഥത്തെക്കുറിച്ച് ഓർമ്മ വന്നത്. അവരിനി എന്തെങ്കിലും കുതന്ത്രവുമായി വരുമെന്തോ ഋഷി ചിന്തിച്ചു. ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ടെന്താ? എത്ര ഫ്രണ്ട്സ് ഉണ്ടോ അത്രയും തന്നെ ശക്തരാണ് ശത്രുക്കളും. അതുകൊണ്ട് ഇനി മുതൽ ഞാൻ വളരെയധികം ശ്രദ്ധിക്കണം. കൂടാതെ എന്നെ വിശ്വസിച്ച് കൂടെ നിൽക്കുന്നവർക്കും ഒന്നും സംഭവിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഋഷി ഉറച്ച തീരുമാനമെടുത്തു. അതേസമയം ന്യൂയോർക്കിലെ ഇന്ദ്രപ്രസ്ഥം മാൻഷനിൽ മുഴുവൻ കുടുംബവും ഒത്തുകൂടിയിരുന്നു. ദേവേന്ദ്രവർമ്മയും അവിടെ എത്തിയിരുന്നു. ഋഷിയെക്കുറിച്ചുള്ള ചർച്ചകൾ വല്ലാതെ ബഹളമായതും മുത്തച്ഛൻ ദേവേന്ദ്രവർമ്മ തന്റെ കൈ ഉയർത്തി സംഭാഷണം നിർത്തി. നമ്മുടെ കുടുംബത്തിലെ ഒറ്റയാൾ മാത്രമേ നമ്മുടെ ശത്രുവായി മാറിയിട്ടുള്ളൂ. ബാക്കി സർവരും ജെന്യൂനാണ്. പക്ഷേ ഇനി അവനെ പ്രാഗിക്കൊണ്ടിരുന്നിട്ട് യാതൊരു കാര്യവുമില്ല. ഇനി എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുക എല്ലാവരും. നമ്മുടെ കുടുംബത്തിലെ എല്ലാ സ്ട്രെങ്തും ദൗർബല്യങ്ങളും അവന് വ്യക്തമായി അറിയാം. മാത്രമല്ല അവൻ ശരിക്കും മിടുക്കനാണ്. പക്ഷേ അവൻ നമ്മളെ തോൽപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. സാഹചര്യം വെച്ച് അവന് നമ്മളെ ഏത് വിധത്തിലും നശിപ്പിക്കാനും സാധിക്കും. ദേവേന്ദ്രവർമ്മ പറഞ്ഞു നിർത്തിയതും അർജുൻ മുൻപിലേക്ക് കയറി വന്നു. എന്റെ പൊന്നു മുത്തച്ഛ, നിങ്ങൾ അവനെ ഇങ്ങനെ പേടിക്കുന്നെന്തിനാ? അവൻ അത്ര വലിയ ആളൊന്നും അല്ലല്ലോ. എന്തോ ഭാഗ്യം കൊണ്ട് പെട്ടെന്ന് കുറച്ച് റിച്ചായി. പക്ഷെ അവൻ ഇപ്പോഴും ഓവർ സ്മാർട്ടാണ്. അന്നേ അവനെ അടക്കി നിർത്തിയിരുന്നെങ്കിൽ ഇന്ന് ഇത്രയും പ്രശ്നമൊന്നും ഉണ്ടാവില്ലായിരുന്നു. ദേഷ്യത്തോട് അർജുൻ പറഞ്ഞു. ഋഷിയോടുള്ള അസൂയ അർജുന്റെ ആ വാക്കുകളിൽ വ്യക്തമായിരുന്നു. അത് കേട്ട് ദേവേന്ദ്രവർമ്മ നിസ്സംഗതയോടെ അർജുനെ നോക്കി. മണ്ടത്തരം വിളിച്ച് കൂവാതെ അർജുൻ. 3 വർഷം മുമ്പ് ഋഷി സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് തകർന്നപ്പോ ഇറക്കി വിട്ടതാ ഞാൻ. എന്നിട്ടിപ്പോ അവന് കുറച്ച് പണമായപ്പോ സഹായത്തിന് വിളിച്ചു. അവൻ സഹായിക്കുകയും ചെയ്തു. ദേ ഇപ്പോ മുഴുവൻ തകിടം മറിഞ്ഞു. അതിലവന് തെറ്റൊന്നുമില്ല. ദേവേന്ദ്രവർമ്മ ഒന്ന് നിശ്വസിച്ചുകൊണ്ട് പറഞ്ഞു നിർത്തി. ശേഷം വീണ്ടും തുടർന്നു. പക്ഷേ ഇപ്പോ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും അവൻ നമ്മുടെ ശത്രുവാണിപ്പോ. നമ്മുടെ നേർക്ക് നിന്നുകൊണ്ട് പോരാടുന്ന അവസ്ഥയിലെത്തിയ വലിയ ശത്രു. ആൻഡ് അവൻ ഈ കുടുംബത്തെ ഉപേക്ഷിച്ചത്. ഇനി എന്ത് പറഞ്ഞാലും അവനെ തിരികെ കുടുംബത്തിലേക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഓൾ വി ഹാവ് ടു ഡു ഇസ് ഫൈറ്റ് അഗെയിൻസ്റ്റ് ഹിം. ദേവേന്ദ്രവർമ്മ രൂക്ഷമായ സ്വരത്തിൽ പറഞ്ഞു. അച്ഛാ, അപ്പോൾ നമ്മൾ നേരത്തെ സംസാരിച്ച കാര്യോ? പ്രദീപ് സംശയത്തോടെ പിതാവിനോട് ചോദിച്ചു. ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ചു. ഏതായാലും നമ്മൾ വൈസ് കിങ്സിൽ ചേരാൻ തീരുമാനിച്ചാൽ അതിന്റെ അനന്തരഫലങ്ങൾ നേരിടാനും തയ്യാറായിരിക്കണം. സോ എനിക്കിപ്പോഴും വ്യക്തമായൊരു തീരുമാനമെടുക്കാൻ കഴിഞ്ഞില്ല. ദേവേന്ദ്രവർമ്മ പറഞ്ഞു. അച്ഛാ, അയാൾ പറഞ്ഞതൊക്കെ വെച്ച് വൈസ് കിങ്സ് നമുക്കൊരു ബെറ്റർ ഓപ്ഷനായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അവൻ പറഞ്ഞ പോലെയുള്ള ആ ശക്തിയേറിയ പച്ചമരുന്നുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ കുടുംബം മാത്രമല്ല ബിസിനസ്സും വികസിപ്പിക്കാൻ കഴിയുമെന്ന് തോന്നുന്നു. ഋഷിയെ പോലെ ഒരു ശത്രു എതിർവശത്തുള്ളപ്പോ ഇത് നമ്മളൊരു വജ്രായുധം പോലെ വേണം പ്രയോഗിക്കാൻ. സോ ഐ തിങ്ക് വൈസ് കിങ്സ് നമുക്ക് പെർഫെക്റ്റ് ആണ്. ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് FM ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ.